നമസ്കാരം. യോഗനാഥം ന്യൂസ് ടീം ഇന്നുള്ളത് മലയാളിക്ക് ഏറെ സുപരിചിതനായ, വിശേഷണങ്ങൾക്ക് അതീതനായ ഒരു പ്രഗത്ഭ വ്യക്തിക്കൊപ്പമാണ്. മനസ്സിൽ നന്മയും പച്ചപ്പും വിശുദ്ധിയുമുള്ള, മുഖത്തെപ്പോഴും ശാന്തതയും അതുപോലെ തന്നെ ലാളിത്യവും കാത്തുസൂക്ഷിക്കുന്ന, സംഗീതം സൗഭർണിക പോലെ അലിഞ്ഞൊഴുകുന്ന, മനസ്സിൽ നന്മ സൂക്ഷിക്കുകയും ആ നന്മയെ വരികളിലേക്ക് ആവാഹിച്ച് ഉണ്ണിക്കിടാവിൻ്റെ നെഞ്ചിൽ പാലാഴിയേന്തി എന്ന വരികൾ നമുക്ക് സമർപ്പിച്ച മലയാളിയുടെ പ്രിയ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അങ്ങയോടൊപ്പം ഒരു ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ പ്രാപ്തയല്ല. ലളിതമായ ഒരു സംഭാഷണം, അതിനുള്ള ഒരു എളിയ ശ്രമം. ആയിക്കോട്ടെ. കൈതപ്രം എന്ന കൊച്ചു ഗ്രാമത്തിൽ, കണ്ണാടി ഇല്ലത്തിൽ കേശവൻ നമ്പൂതിരിയുടെയും അതിഥി അന്തർജനത്തിന്റെയും 5 മക്കളിൽ മൂത്ത പുത്രൻ. ബാല്യം കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്, നിവർന്നൊഴുകാൻ ഇത്തിരി ബുദ്ധിമുട്ടി. എങ്കിലും അച്ഛൻ തന്ന സംഗീതം മുറുകെ പിടിച്ച് 1970കളുടെ പകുതിയോടുകൂടി തിരുവനന്തപുരത്തേക്ക് വരുന്നു. അയ്യപ്പ പണിക്കർ സാറിന്റെയും കാവാലം നാരായണ പണിക്കർ സാറിന്റെയും നെടുമുടി വേണുവിന്റെയും നരേന്ദ്രപ്രസാദിന്റെയും ഒക്കെ ഉള്ള സുഹൃത്ത് സഞ്ചയം, മാതൃഭൂമിയിലെ പ്രൂഫ് റീഡറായ ചെറിയൊരു ജോലി, ഒരു ഇടപ്പഴിഞ്ഞി ക്ഷേത്രത്തിലെ ഒരു ശാന്തി, ലൈഫിന്റെ ഗ്രാഫ് മാറുന്നു. 84-ൽ കോഴിക്കോടേക്ക് പോകുന്നു. 86-ൽ ദേവദുന്ദുബി സാന്ദ്രലയമായി മലയാളിയുടെ മനസ്സിന്റെ ആത്മാവിന്റെ പുസ്തകത്താളിലെ മയിൽപീലിയോടൊപ്പം ഞങ്ങൾ കോറിയിട്ട നാമം ശ്രീ കൈതപ്രം. എങ്ങനെയായിരുന്നു താങ്കളുടെ ബാല്യം? കയ്യെത്തും ദൂരത്ത് എന്ന് പാടി വെച്ചതുപോലെ ആ ബാല്യത്തെ എങ്ങനെ ഓർത്തെടുക്കുന്നു? ഇല്ല, എല്ലാവരുടെയും പോലെ സ്നേഹമസൃണമായ ബാല്യം തന്നെ. നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അന്ന് ഇവിടെ ഈ തെക്കേമലബാറിലുള്ള അല്ലെങ്കിൽ തെക്ക് ഭാഗത്തുള്ള ഈ രീതിയല്ല. അവിടെ തെയ്യവും തിറയും പിന്നെ കോതാമൂരിയും പിന്നെ ഇതൊക്കെയുള്ള നമ്മൾ പ്രത്യേക ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ്. സാധാരണ പറയാറുണ്ട് ഈ ആരും മരിക്കാത്ത തട്ടകം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മരിച്ചവരൊക്കെ ദൈവമായി മാറുന്ന തട്ടകമാണ്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലമാണ് നമ്മളെ ജീവിതം. കാരണം വില്ലന്മാരും പിന്നെ വലിയ പിന്നെ നായകന്മാരും നായികമാരും ഒക്കെ ദൈവങ്ങളാകുന്നു. അങ്ങനെയുള്ളൊരു ഗ്രാമാന്തരീക്ഷമാണ് എൻ്റെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുണ്യവും അതിൻ്റെ സ്നേഹവും ഒക്കെ ഉണ്ട്. കുട്ടിക്കാലം മുതലൊക്കെ ജാതി വർഗ വ്യത്യാസം ഉണ്ടായിട്ടില്ല. മനസ്സിലതൊന്നുമില്ല ഒരിക്കലും, ഇപ്പോഴും ഇല്ല, അന്നുമില്ല. അതാണ് പ്രധാന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ കൈതപ്രം എന്ന പേര് താങ്കളുടെ പേരിൻ്റെ കൂടെ ലോകത്ത് മലയാളി ഉണ്ടോ അവിടെയൊക്കെ ഇപ്പോൾ കൈതപ്രം എന്ന കൊച്ചു ഗ്രാമവും പ്രശസ്തമായിട്ടുണ്ട്. എങ്ങനെയാണ് കൈതപ്രവും കണ്ണാടിപ്പൊഴിയും ഒക്കെ താങ്കളുടെ രചനകളെ സ്വാധീനിച്ചത്? ഇല്ല, നമ്മൾ കുട്ടിക്കാലത്ത് എന്ന് പറയുന്നത് ഒരു 16 വയസ്സ് വരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെയൊക്കെ ഞാൻ പുറത്താണ്. പക്ഷേ ആ സമയത്ത് വേരുടച്ചിട്ടുള്ള കുറേ സങ്കല്പങ്ങളുണ്ട്. അമ്മ, അതാണ് നേരത്തെ മോള് പറഞ്ഞ ആ ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി, അങ്ങനെയുള്ള അമ്മയാണ് എൻ്റെ അമ്മ. എല്ലാവരുടെ അമ്മയെ തന്നെ, വളരെ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരുടെ അമ്മ വരും നന്മയുടെയും സ്നേഹത്തിൻ്റെയും മൂർത്തികളാണ്. അതാണ് ഞാൻ പറയുന്നത്. എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ പറയുന്നത് ലോകത്തിൻ്റെ മുഴുവൻ അനുഭവങ്ങളാണ്. അതാണ് എൻ്റെ രീതി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, അത് സാർത്ഥകമാകുന്നത്. ആദ്യം ഫാസിലിൻ്റെ ചിത്രത്തിൽ ഒരു ഗാനം തുടങ്ങുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ജോൺസൺ മാഷുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇടപഴകി വർക്കുകൾ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അല്ല, ഓരോ അനുഭവങ്ങളും പറയുന്നത് ഈ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ദേവദുന്ദുബി, മറ്റേ പൂവോട്ട തട്ടിച്ചെനിയൊക്കെ ഉള്ളത്. പക്ഷേ ആ ജെറിമാഷായിട്ട് ഞാൻ വേറെ വർക്ക് ചെയ്തിട്ടേ പിന്നെ അതൊക്കെയാണ് ഈ കാലത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. നമുക്കറിയില്ല അത്. പിന്നെ ജോൺസണായിട്ട് എത്രയോ പടങ്ങൾ ചെയ്തു. ഒരു വർഷം 40 പടം വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. 29 പടം റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏത് പാട്ടായിരുന്നു? അങ്ങനെ ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. അതിൽ ഏതാണെന്ന് നല്ലത് അത് അങ്ങനെയാണ് എങ്കിൽ കൂടിയും അങ്ങനെയുള്ള എൻ്റെ പാട്ടുകളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കളി വീട് തുടങ്ങിയല്ല. പിന്നെ എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു, അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള പാട്ടാണ്.
അതുപോലെ തന്നെ ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കവിയാണ്, ഗാനരചയിതാവാണ്, സംഗീത സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട്, കർണാടക സംഗീതത്തിൽ പ്രഗത്ഭനാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു ഇതാണ് മ്യൂസിക്കൽ തെറാപ്പി എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു ഈ സ്വാതിരുന്നാൾ കലാകേന്ദ്രവും അതുപോലെ തന്നെ ഈ മ്യൂസിക് തെറാപ്പി എന്നതിലേക്ക് താങ്കൾ എത്തിച്ചേർന്നത് എങ്ങനെയായിരുന്നു? മോളി പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യനാണ് ഞാൻ, സ്നേഹമുള്ള മനുഷ്യനാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയുള്ളത്. എൻ്റെ സംഗീതം പോലും ഇത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഞാൻ സജീവമായിട്ട് പാടിക്കൊണ്ടിരുന്ന കാലത്ത് തന്നെ ഒരു 25 കൊല്ലം മുമ്പേ തുടങ്ങിയിട്ടുണ്ട് മ്യൂസിക് തെറാപ്പി. ഇപ്പോഴും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് സ്വയം തന്നെ ഞാനത് ചെയ്യുന്നത്. എൻ്റെ പ്രധാനപ്പെട്ട ചികിത്സ അതാണ്. സർഗത്തിലെ ഒരു അവസാനം, ആ സിനിമയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു മ്യൂസിക് തെറാപ്പിയിലൂടെ അങ്ങനെയുണ്ട്. അങ്ങനെ പലരും പറയുന്നുണ്ട്. ശരിയാ. മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് തമ്മിൽ ശ്രുതി ചേരാതിരുന്നാൽ മോള് പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റില്ല, ഞാൻ പറയുന്നത് മോക്കും കേൾക്കാൻ പറ്റില്ല. ഒരു ശ്രുതിയാണ് തമ്മിൽ ചേർക്കുന്നത്. അതാണ് ആ ശ്രുതിയാണ് മനുഷ്യനെയും തമ്മിൽ ചേർക്കുന്നത്. അതാണ് മനുഷ്യന് രൂപം കൊണ്ട് തന്നെ ഒരു വീണയാണെന്നാണ് പറയും. ഈ കർണാടക സംഗീതത്തിൽ ഗാത്ര വീണ എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. ശരീരം വീണയാണ്. അതിൻ്റെ ഈ ബെർഡ തിരിച്ച് ശ്രുതി ശരിയാക്കുന്നത് തലഭാഗമാണ്. നട്ടെല്ലാണ് അതിൻ്റെ തണ്ട്. അവിടെയാണ് 32 കശേരുക്കൾ. അതേപോലെ 32 മെട്ടാണ്. അതിൻ്റെ മുകളിൽ തന്ത്രികളിങ്ങനെ പോകും. അത് മീട്ടുമ്പോഴാണ് അതിൻ്റെ ജീവൻ വരുന്നത്. അതുപോലെയാണ് നമ്മുടെ നട്ടലിൻ്റെ മുകളിൽ കൂടെയാണ് ശരിക്ക് പ്രാണൻ്റെ ഒഴുക്ക്. നട്ടലിൽ എന്തെങ്കിലും തെറ്റ് കേടുവന്ന അയാൾ പോക്കാം. അതെ, അതുപോലെയാണ് എല്ലാ ശരീരം. മനുഷ്യൻ വീണ പോലെയാണെന്നാണ്. 2 വീണ വെച്ചാൽ ഒരു വീണ മീട്ടിയാൽ മറ്റേത് തനിയെ ശബ്ദിക്കുന്നതാണ്. അത് ഫിസിക്സിലൊരു തന്ത്രമാണ്. അതൊക്കെ ഈ മ്യൂസിക് തെറാപ്പിക്ക് നിദാനമാണ്. 2 തമ്പുരു ശ്രുതി ചേർത്ത് വെച്ചാൽ ഒരെണ്ണം ഇങ്ങനെ മീട്ടിയാൽ മറ്റേത് തുടങ്ങും. 2 ഹൃദയങ്ങൾ അതുപോലെയാണ്. 2 രോഗികൾ തമ്മിൽ, അല്ലെങ്കിൽ ഒരു രോഗിയും ഈ മ്യൂസിക് തെറാപ്പിസ്റ്റും തമ്മിലുള്ള ബന്ധം, എല്ലാവരും ഇങ്ങനെ പരസ്പര ബന്ധങ്ങളുണ്ട്. അതിന് ലോകത്തെ എവിടെയുള്ള ആൾക്കാർക്കും പറ്റും. ലോകത്തിലെ എവിടെയുള്ള ആൾക്കും ഈ ചികിത്സ പറ്റും. ഞാൻ പറയുന്നത് പിന്നെ ഈ എല്ലാ ഇപ്പം ഇതില്ലേ മെഡിസിൻ ഭാഗം, ഏത് മെഡിസിനും നമ്മൾ ചികിത്സിക്കുന്നത് രോഗം ശരീരത്തിനാണ് ചികിത്സിക്കുന്നത്. മ്യൂസിക് തെറാപ്പി ജീവനാണ്, അതിനെ മനസ്സിനെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. മനസ്സിനെ നേരെയാക്കുക, മനസ്സിനെ സാന്ത്വനിപ്പിക്കുക. മറ്റേത് മരുന്നുകൊണ്ട് സാന്ത്വനിപ്പിക്കുന്നത് ശരീരത്തിനെയാണ്, മനസ്സിനെ അത് ബാധിക്കുന്നില്ല. ഇവർ മനസ്സിനെ ചികിത്സിക്കുന്നത് മനോരോഗം ഉണ്ടാവണം. അങ്ങനെയാണ്. നമുക്കത് വേണ്ട. മനോരോഗം ഇല്ലാതെ തന്നെ മനസ്സിനെ ചികിത്സിക്കാം. അതാണ് മ്യൂസിക് തെറാപ്പി. അതുപോലെ തന്നെ ജയരാജിൻ്റെ എല്ലാ ചിത്രങ്ങളിലും താങ്കൾ സാന്നിധ്യമുണ്ട്. ഈ ദേശാടനത്തിലെ ആ പാട്ടുകൾ, ഞാൻ എൻ്റെ കുഞ്ഞുനാളിലാണ് ആ സിനിമ ഇറങ്ങുന്നത്. അന്നേരം ഞാൻ ആ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊരു അമ്മയായതിനു ശേഷം ആ പാട്ട് കേട്ടപ്പോൾ അത് എൻ്റെ കണ്ണ് നനയിച്ചു, മനസ്സ് കുളിർന്നു പോയി. എങ്ങനെയായിരുന്നു ആ പാട്ടിൻ്റെ ജനനം? എല്ലാ അതിലത്തെ പാട്ടുകളെല്ലാം എന്നുവെച്ചാൽ എന്നെ മോനോട് എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കളി വീടുറങ്ങിയൽ മോൻ അന്ന് മദ്രാസിലേക്ക് കോളേജിൽ പഠിക്കാൻ വേണ്ടി പോകുമ്പം അവൻ്റെ വിരഹം എന്ന് പറഞ്ഞാൽ എനിക്ക് താങ്ങാൻ വയ്യ. അവനും അതെ. അവൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് തിരിച്ചു വന്നു. അതുപോലുള്ള സ്നേഹമാണ്. ആ സ്നേഹമാണ് ഞാൻ പറഞ്ഞത്. ആ സ്നേഹം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും എൻ്റെ സ്നേഹമാണ് ഞാൻ പറയുന്നത്. അതാണ് എല്ലാവർക്കും ഉള്ളത്. പരസ്പരം ആണ് ബന്ധം. ഞാൻ തന്നെയാണ് എല്ലാവരും. അഹം ബ്രഹ്മാസ്മി. ഞാൻ തന്നെ ലോകം മുഴുവൻ. ലോകത്തുള്ള ഈശ്വരനും മനുഷ്യനുമൊക്കെ ഞാൻ തന്നെയാണ്. എനിക്ക് മനസ്സിലാവും. അഹം ബ്രഹ്മാസ്മി. അഹം ഞാനാണ് ബ്രഹ്മം. അതുപോലെയാണ് ഞാനാണ് മനുഷ്യൻ, വേറൊരാൾ. അടുത്തതിൽ പോലെ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനെങ്കിൽ അതിലെന്ത് ആശ്ചര്യം എന്നാണ് മഹാകവികൾ പറഞ്ഞത്. സത്യമാണ്. നമുക്ക് അടുത്ത് നിൽക്കുന്ന ഒരു അനിയത്തിയെ അല്ലെങ്കിൽ ഒരു അനിയനെ കാണാൻ മനസ്സില്ല, കണ്ണില്ല. അതുകൊണ്ട് അറിയാത്ത ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇവരാണ് ആദ്യം അറിയേണ്ടത്. അവരെ എങ്ങനെ മുതലെടുക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം അവരെ മനുഷ്യനായിട്ട് കാണുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന മനസ്സുണ്ടാവുക എന്നുള്ളത്.
അത് കഴിഞ്ഞാൽ മറ്റെല്ലാം ശരിയാവും. ഈ കാരുണ്യത്തിലെ പാട്ടുകളും അത്തരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് തീർച്ചയായിട്ടും. അതെ. അതുപോലെ തന്നെ ഈ ദേവദുന്ദുബി സാന്ദ്രലയൊക്കെ കേട്ട് പരിചരിച്ച മലയാളികൾക്കിടയ്ക്ക് പെട്ടെന്ന് ലജ്ജാവതി വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു രചനയും ആ കാലഘട്ടത്തിൽ? ലജ്ജാവതിയിൽ അയാളുടെ മ്യൂസിക്, ജാസിയുടെ മ്യൂസിക് ആണ് ആവശ്യപ്പെട്ടത്. അതിനനുസരിച്ച് എൻ്റെ രചനയാണ് ആവശ്യം. അതാണ് ഞാൻ എഴുതിയത്. ഇപ്പോൾ കുന്നോളം മാമ്പഴം ത്തിൻ്റെ കഥയും ഗ്രാമീണതയൊക്കെ ഞാൻ അതിൽ പറഞ്ഞത്. ഞാൻ അതിൽ അനാവശ്യമൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ കാര്യം. എൻ്റെ എഴുത്തിൻ്റെ ശൈലി ആ പാട്ടിൻ്റെ കൂടെ ചേരണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ വെറും കവി മാത്രമായി പോകില്ല. ഗാനരചനാവ് എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. സിറ്റുവേഷന് വേണ്ടിയാണ് പാട്ട് എഴുതുന്നത്. ആ സിറ്റുവേഷന് ആവശ്യമുണ്ടെങ്കിൽ അതും ജയരാജ തന്നെയാണ്. ആ സിറ്റുവേഷൻ എൻ്റെ പാട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. അത്രയേ ഉള്ളൂ. കഴിയുന്നത്ര എൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവും. ഞാൻ വേറെ അടിപൊളി പാട്ട് ചെയ്തപ്പോൾ പോലും ഒരു പെണ്ണിൻ്റെ ഭാഗത്തേ നിൽക്കുള്ളൂ. ഞാൻ ഒരിക്കലും ആ പെണ്ണിനെ അധിക്ഷേപിക്കുന്ന ഒരു പാട്ട് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. ഒരിക്കലില്ല. അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അവളെൻ്റെ എൻ്റെ കുട്ടിയാണ്, എൻ്റെ മകളാണ്, എൻ്റെ സ്നേഹിതയാണ്. അവളെൻ്റെ ഭോഗവസ്തുവല്ല, ഒരിക്കലും അല്ല. ആണത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കാര്യം, താങ്കൾ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞതാണ്, താങ്കളുടെ വീട്ടിൽ മൂകാംബികയിലെ കിടാവിളക്കുണ്ട്, ഒപ്പം മക്കയിലെയും ജെറുസലേമിലും ഒരു പിടി മണ്ണുണ്ട്. അതെ, എല്ലാം ഉണ്ട്. മൂകാംബിലെ മണ്ണും മക്കയിലെ മണ്ണും ജെറുസലേമിലെ മണ്ണും ഉണ്ട്. അതൊരിക്കലും ഒരുപോലെ. അത് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. എന്നെ ബോധ്യപ്പെടുത്തണം. ഞാനത് ബോധ്യപ്പെടുകയും എൻ്റെ വീട്ടിൽ ഞാനതിനെ ഉറപ്പിക്കുകയും ചെയ്യുമ്പോഴേ എനിക്ക് പുറത്തു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമല്ലോ. ഇപ്പം മിക്കവാറും ആൾക്കാർ ഇത്തരം ചിന്തയിലാണ് പുറത്തു പോയി പറയുന്നത്. അകത്ത് എല്ലാവരും കുറ്റം പറയുകയും പരിഹസിക്കുകയും ദ്വേഷിക്കുകയും ചെയ്യുക, പുറത്തു പോയിട്ട് എല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനത് അങ്ങനെ പറയില്ല. എനിക്ക് തോന്നുന്നതേ ഞാൻ പറയുള്ളൂ. തോന്നുന്നത് പറഞ്ഞാൽ മതി. എനിക്കിപ്പോൾ എന്നെ വേണം കേട്ടാൽ. ആ വീടിനെ കുറിച്ചൊരു പാട്ട് പോലും എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ വീടുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അടുക്കളയിൽ എപ്പോഴും ഒരു കിടാവിളക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് അടുക്കളയ്ക്ക് ഐശ്വര്യം കൊടുക്കുന്ന ഈ പിന്നെ അത് പണ്ട് കാലത്ത് എപ്പോഴും ഈ അടുപ്പ് ചെയ്യണം അങ്ങനെ ഉണ്ടായിരുന്നോ? ഉണ്ടല്ലോ. അന്നപൂർണേശ്വരി, അന്നപൂർണേശ്വരിയുടെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അത് ചെറുകുന്ന് അന്നപൂർണേശ്വരിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട. വിശപ്പിനെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ അവിടെ പോകും, അവിടെ ആലോചിക്കും. വിശപ്പ് പറയുന്നവരൊക്കെ അത് മനസ്സിലാവുള്ളൂ. ഞാൻ വിശപ്പറിഞ്ഞിട്ടുള്ള ഒരാളാണ്, വീടില്ലാതെ നടന്നിട്ടുള്ളതാണ്. വലിയ ഇല്ലുണ്ടായിട്ട് പോലും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുകൊണ്ടാണ്. അതെ, അങ്ങനെ വേണ്ടി വന്നു ഞാനത് ചെയ്യും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആലോചിച്ച് കരയൊന്നുമില്ല. ഇന്നും അതെ, ഇന്നും എനിക്കെല്ലാം ഉണ്ട്. ഇല്ലാത്ത സമയത്ത് ഞാൻ അതുപോലെ സൂക്ഷിക്കും. എനിക്കതൊന്നും പ്രശ്നമില്ല. മൂല്യങ്ങൾ കെട്ടുപോയ ഒരു സമൂഹത്തിലൂടെയാണോ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്? മൂല്യങ്ങൾ കെട്ടുപോയത് നമ്മളിലൂടെ നോക്കേണ്ടത്. നമ്മളെങ്ങനെയാണോ നമ്മൾ നോക്കിയാൽ മതി. ലോകം മുഴുവൻ നന്നാക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളെ നന്നാക്കിയാൽ മതി. നമ്മുടെ തലയിൽ വീഴുന്ന മഴയ്ക്കാണ് കുട പിടിക്കുക. ലോകത്തിന് മുഴുവൻ നമുക്ക് കുട പിടിക്കാൻ പറ്റില്ല, വെറുതെ പറയുന്നതാണ്. പക്ഷേ ഓരോരാൾ അന്വേഷിക്കണം. ഓരോരാളെയും അതിന് പ്രേരിപ്പിക്കുക എന്നാണ് ഇതുപോലുള്ള പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് ആലോചിക്കുന്നത്. എല്ലാവരെയും ഞാൻ പറയുന്ന ചിന്തയ്ക്ക് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഉദ്ദേശം. ഒരു അർത്ഥമില്ലാതെ ഞാനൊന്നും സംസാരിക്കില്ല. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ എൻ്റെ അർത്ഥം ഞാൻ കണ്ടെത്തും. ആണ്. ഇടയ്ക്ക് കുറച്ചു കാലം രോഗബാധിതനായി മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതെ. തിരിച്ചുവരവ് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, തിരിച്ചുവരവിലൂടെ ഞാനാണ് മാറ്റം ഉണ്ടാക്കിയത്. കാരണം മാറുകയില്ലുള്ളത് ഞാൻ ഇപ്പോൾ ഇന്നിൻ്റെ അപൂർണത എനിക്കിഷ്ടമാണ്. ഇന്നിപ്പം എനിക്ക് എൻ്റെ കൈ പ്രശ്നമാണ്, കാല് പ്രശ്നമാണ്, സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, പാടാൻ ബുദ്ധിമുട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഞാനിതൊക്കെ ചെയ്യും, നടക്കും, പിന്നെ കൈ കൊണ്ട് പ്രവർത്തിക്കും, നടക്കും, സംസാരിക്കും, പാടും, എല്ലാം ചെയ്യും. അതിനെ മറികടക്കുക എന്നുള്ളതാണ്. ആ മറികടക്കാൻ നമ്മളാണ് ആലോചിക്കേണ്ടത്. നാളത്തെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പല്ല എൻ്റേത്. ഇന്നത്തെ അപൂർണതയെ സ്വീകരിക്കലാണ്. ഇന്ന് അപൂർണതയാണ്, അത് ഞാൻ സ്വീകരിക്കുന്നു. രോഗം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. രോഗമില്ലാത്ത മനുഷ്യൻ, രോഗമില്ലാത്ത മനുഷ്യൻ, അങ്ങനെ രണ്ട് അവസ്ഥയാണ്. രോഗമുള്ള മനുഷ്യൻ ശരി, മനുഷ്യൻ വേറെയാണ്, രോഗമാണ് വേറെ. അല്ലെങ്കിൽ രോഗമാണ് നമ്മളെ പിടികൂടുന്നത്. ഓക്കെ, രോഗമില്ലാത്ത മനുഷ്യൻ ആയിട്ട് സങ്കല്പിക്കുക. ഇടത് കൈയും ഈ ഭാഗം മുഴുവൻ നഷ്ടപ്പെട്ടാലും ഞാൻ ജീവിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ ജീവിക്കുന്നു.
ഇതൊന്നുമില്ല, ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഞാനിങ്ങനെ ജീവിക്കും, എന്നിട്ടും അതിനെ അതിജീവിക്കും, നേരിടും. എനിക്കിപ്പോൾ എൻ്റെ മുമ്പേ ചെയ്ത എല്ലാ പ്രവൃത്തിയും എനിക്ക് ചെയ്യാൻ പറ്റും. എഴുതാൻ പറ്റും, പിന്നെ കുറേശ്ശെ പാടാൻ പറ്റും. സംഗീതമാണോ അതിജീവനം? തീർച്ചയായിട്ടും അതെ. സംഗീതം നമ്മുടെ മനസ്സിൻ്റെ ഇതാണ്. നമുക്കത് മനസ്സിലാവും. പണ്ട് ഒരു തമ്പുരു എന്ന് പറഞ്ഞാൽ വലിയ ദണ്ണുള്ള, വലിയ കുടവുള്ള, ശ്രുതി ചേർക്കാൻ ബുദ്ധിമുട്ടുള്ള ഇതൊക്കെയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ആപ്പിൽ ഇതുണ്ട്, നമ്മുടെ ശ്രുതിയുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കണം. അതാണ് കാര്യം. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്വയം നമ്മളെ സാന്ത്വനം കണ്ടെത്താൻ പറ്റും. എൻ്റെ ശ്രുതി ഞാൻ കണ്ടെത്തുന്നു. ഇത് നമുക്കൊരു വൈബ്രേഷൻ ഉണ്ടാക്കും, കേൾക്കുന്നവർക്കും വൈബ്രേഷൻ ഉണ്ടാകും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പണ്ടത്തെ പോലെ ഇതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. വലിയ തമ്പുരും കൊണ്ട് നടക്കൊന്നും വേണ്ട. ഇതിപ്പോൾ നമ്മളെ ഇതിലുണ്ട്. നമ്മുടെ ശ്രുതി കണ്ടെത്തുകയും ആ ശ്രുതിയിൽ ഇതിടുകയും അതിൽ പാടുകയും ചെയ്യാം. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി അല്ലേ ശ്രുതിയിൽ ചേരണം. ആ ശ്രുതി ചേരുമ്പോഴാണ് ആത്മാവുണ്ടാകുന്നത്, സംഗീതത്തിന് അമ്മയും അച്ഛനും ഉണ്ടാകുന്നത്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. മ്യൂസിക് തെറാപ്പി തന്നെയാണ്. ആ ശ്രുതി ഇങ്ങനെ കേൾക്കുകയും നമ്മൾ രസിക്കുകയും നമുക്ക് തോന്നുന്ന പാട്ട് അതിൽ പാടുകയും ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ കേട്ടോണ്ടിരിക്കാം, എന്നിട്ട് അതിന് മൂളിക്കൊണ്ടിരിക്കുക വെറുതെ. ഓ ഓ മാക്സിമം ലയിക്കുകയാണ്. ഓ ഞാൻ പാടുന്നതും ഇതിൻ്റെ ശ്രുതി നമ്മൾ മാറ്റില്ല, അതേപോലെ ആയിരിക്കും. ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതിന് പോലെ നമ്മൾ തലവേദനയ്ക്ക് ഗുളിക എടുത്ത് കഴിക്കും. ഞാൻ ഗുളിക ഒന്നും കഴിക്കില്ല. ആവശ്യമുള്ള ഗുളിക കഴിക്കും, അനാവശ്യമായിട്ട് ഗുളിക കഴിക്കാം. എല്ലാത്തിനും നമുക്ക് മരുന്നുണ്ട്. മനസ്സിന് അസുഖമാണെങ്കിൽ നമ്മൾ ഉടനെ ജോൺസനെ പോലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പിന്നെ പുള്ളി ഈ മനസ്സിൻ്റെ തളം തിരിയതാണ് പുള്ളി. എന്തിനാണ് ജോൺസനോട് ഞാൻ ജോൺസനോട് പറഞ്ഞു, ജോൺസൺ ശ്രുതിയിട്ട് പാടിക്കൊണ്ടിരുന്നാൽ പോലെ എന്തിനാണ് അത് മനസ്സിലാകുന്നില്ല ജോൺസൺ. പാവം അന്ന് ഞാൻ പറയുമ്പോഴൊക്കെ ലാസ്റ്റായി ഈ ഡിപ്രഷനായിട്ട് ഭയങ്കര ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അതൊന്നും കാര്യമില്ല, നമുക്ക് മാറ്റാൻ പറ്റുന്നത്. അങ്ങനെ സുഹൃത്ത് വലയത്തിൽ നിന്ന് ഒത്തിരി പേര് നേരത്തെ പോയി അല്ലേ? പിന്നെ എല്ലാവരും പോയി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ്. അതിൽ ബാക്കിയുള്ളത് ജയരാജും പ്രിയനും അതുപോലെ ആൾക്കാരേ ഉള്ളൂ. ഇപ്പോൾ കമൽ, പിന്നെ മറ്റേ സത്യനന്ദിക്കാട്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരുള്ളൂ. മുരളി, ലോഹിദാസ്, നെടുമുടി വേണു, പിന്നെ രവീട്ടൻ, ജോൺസൺ, എല്ലാവരും പോയി. എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ്. ഞാനിത് പറഞ്ഞിട്ടേ അല്ല, എൻ്റെ അനിയൻ തന്നെ പോയി, ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. ഞാനും ഇവിടെയുണ്ട്. പക്ഷേ അവരെ പറ്റിയൊക്കെ നന്നായിട്ട് ഓർക്കാം, സ്നേഹിക്കാം. അവരോട് ഇഷ്ടം കൂടാൻ നമുക്ക് ഈ പാട്ടിലൂടെ. അതൊക്കെയാണ് നിങ്ങളുടെ കൂടെയും ഞാൻ കൂടുന്നത്. നിങ്ങളുടെ കൂടെയും ഞാൻ കൂടുന്നത് അതുകൊണ്ടാണ്. ആ ഒരു സാന്ത്വനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല, എനിക്ക് ഹൃദയത്തിലെ കാര്യങ്ങളൊന്നും അറിയണമെന്ന്. എന്നാ പറഞ്ഞു. തിരിച്ച് ഒരു ന്യൂജൻ ആളുകളുടെ കൂടെ ഹൃദയം എന്ന സിനിമയിലേക്ക് മറുപടി ഞാൻ പറഞ്ഞില്ല. മറ്റേ ഇതല്ലേ ലജ്ജാവതി കഴിഞ്ഞല്ലേ? ലജ്ജാവതിയിൽ കൂടുതൽ ന്യൂജനൊന്നും ഇല്ല ഇപ്പോഴും. അല്ല, ഞാൻ ചോദിച്ചത് അതല്ല. അതെ, ആ ന്യൂജൻ ആൾക്കാർ പോലും താങ്കളുടെ വരികൾ അന്വേഷിച്ച് വരുന്നില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അവരെൻ്റെ കയ്യും കാലല്ല അന്വേഷിക്കുന്നത്, എൻ്റെ പ്രതിഭയാണ്. അതെനിക്ക് നഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തെളിയിക്കണം. അത് ഞാൻ തെളിയിച്ചു. ഹൃദയത്തിൽ 7 പാട്ട് സൂപ്പർ ഹിറ്റുകളല്ല. അവരെൻ്റെ കയ്യും കാലല്ല നോക്കുന്നത്, അതൊക്കെ അപകടത്തിലാണ്. പക്ഷേ എൻ്റെ മനസ്സിനൊരു പ്രശ്നമില്ല, എഴുതാനൊരു പ്രശ്നമില്ല, എൻ്റെ പ്രതിഭയ്ക്ക് ഒന്നും പ്രശ്നമില്ല. അത് ചെറിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും ഒക്കെ റെഡിയാണ്. ഞാൻ റെഡിയാണ്. വേണ്ടവർക്ക് വരാം,
എനിക്കിപ്പോൾ തോന്നുന്ന പൈസ ഞാൻ പറയും ചെയ്യും. വേണ്ട തവ്യസം നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. തുളസി വനം പോലുള്ള അംഗീകാരങ്ങൾ താങ്കൾ നേടിയിട്ടുണ്ട്. പറയാം. നമ്മള് ഈ അതൊക്കെ നമ്മുടെ പുതുതലമുറയ്ക്ക് ഒരു ആ പേരുകളൊക്കെ നമുക്ക് അത്ര കേട്ടിട്ടില്ല നമ്മൾ. അത് ആ അംഗീകാരങ്ങളെ കുറിച്ച്, അംഗീകാരങ്ങൾക്ക് ഒട്ടും ലബ്ധമല്ലാത്ത ഒരാളാണ് താങ്കൾ. അല്ല, ഞാൻ പറയാം, ഇപ്പോഴും ഒരു അംഗീകാരം നേടാൻ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയും ഒരു സമയം കിട്ടിയത്. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഈ എൻ്റെ വ്യത്യസ്തമായ ഈ കാര്യങ്ങളിലൊന്നും സഞ്ചരിച്ച ആൾക്കാരില്ല. ഇപ്പം ഞാൻ ടോട്ടൽ 1000 കൂടുതൽ കച്ചേരികൾ നടത്തിയിട്ടുണ്ട്. 3-4 മണിക്കൂറുള്ള കച്ചേരികൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഞാൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പാട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്, ഞാൻ പാടിയിട്ടുണ്ട്. ഇതെല്ലാം എല്ലാം കൂടി ചെയ്യാൻ ആർക്ക് പറ്റും? അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്തോ ഒരു ദൈവാധീനം അത്ര വരാൻ പറ്റും. അതൊന്നും ഞാനിങ്ങനെ വലിയ ആളാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കലുമില്ല. അതെല്ലാം ദൈവം അങ്ങനെ ആഗ്രഹിച്ചു. എപ്പോഴും ഈ ഉപസ്തരിക്കുക എന്ന് പറയും ഈ താന്ത്രിക ഭാഷയിൽ. നേദ്യമൊക്കെ വെച്ചാൽ എത്ര വിശേഷപ്പെട്ട നേദ്യം ഉണ്ടാക്കിയാലും എല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മളൊരു തുളസിയിൽ പിന്നെ ഈ നെയ്യിലും മുക്കിയിട്ട് നിവേദ്യം സങ്കല്പിക്കാമെന്ന് ഇങ്ങനെ ഇടും. അപ്പോഴേ അത് നിവേദ്യമാവുള്ളൂ, അല്ലെങ്കിൽ പായസം മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ പ്രവൃത്തിയൊക്കെ നിവേദ്യമായി മാറണമെങ്കിൽ അതിനൊരു സ്നേഹത്തിൻ്റെ തുളിപ്പ് വേണം. ആ സ്നേഹമാണ് എല്ലാം ആവശ്യം. എല്ലാവർക്കും സ്നേഹം ഉണ്ടാവും. സ്നേഹം ഇഷ്ടം പോലെ വെതറിക്കൊള്ളൂ, ഓക്കെയാണ്. അതിന് മധുരമാണ്. അതാണ് മധുരം ജീവാമൃതബിന്ദു ഹൃദയം പാടും ലയസിന്ധു അല്ലേ? പെയിനോട് പറയുന്നില്ലേ? എല്ലാം അങ്ങനെയാണ്. എന്തായാലും ജീവിതത്തിൻ്റെ തീച്ചൂളയിൽ ഊതി ഉരുക്കിയ പൊന്നുപോലെയാണ് താങ്കളുടെ ഓരോ രചനയും. മനസ്സിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന വാക്കുകളാണ് ഓരോ വരിയിലും നാം എല്ലാവരും പ്രതിഫലിക്കുന്നത്. സ്നേഹത്തിൻ്റെ, നൈർമല്യത്തിൻ്റെ. എന്തായാലും ഇനിയും അനുസ്യൂദ്യം ആ ഉലയിൽ നിന്നും രചനകൾ പിറക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സംഗീതം സാന്ത്വനമായി സൗഭർണിക പോലെ ഒഴുകട്ടെ. നാദമയൂഖമേ വന്ദനം. യോഗനാഥം ചാനലിന് അതിൻ്റെ നന്മയുടെ ഈ നിമിഷങ്ങൾക്ക് നിങ്ങൾക്ക് നന്ദി. എല്ലാവരും കേൾക്കട്ടെ, എല്ലാവരും മനസ്സിലാക്കട്ടെ, എന്നെപ്പറ്റി അറിയട്ടെ.